ഇതൊരു ക്ലാസിക് ആയതിനു ശേഷം കാണുന്നതിലും നല്ലത് ഇപ്പോഴേ കാണുന്നതാണ്. മേ വാപ്പസ് ആവുങ്ക ഒരു സാധാരണ പ്രണയകഥയായി കാണുന്നത് ഈ സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. കാരണം ഇത് പ്രണയത്തെക്കുറിച്ചുള്ള സിനിമയല്ല, പ്രണയത്തിനും അഹങ്കാരത്തിനും ഇടയിൽ നഷ്ടപ്പെട്ട ഏതാനും സെക്കൻഡുകളെക്കുറിച്ചുള്ള സിനിമയാണ്. തിരികെ പോകാൻ കഴിയാത്ത ആ സമയത്തെക്കുറിച്ചാണ്. സിനിമയുടെ ഔട്ടർ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ട പ്രണയത്തെ അന്വേഷിക്കുന്നതാണെങ്കിലും ഉള്ളിലേക്ക് കടക്കുമ്പോൾ കഥ പറയുന്നത് ഓർമ്മകൾ, കുറ്റബോധം, നഷ്ടപ്പെട്ട വീട്, മനുഷ്യർ എന്നിവയെക്കുറിച്ച് തന്നെയാണ്. വാർദ്ധക്യത്തിലെ കീനു എന്ന കഥാപാത്രം, നസുദ്ദീൻ ഷാ ചെയ്ത കഥാപാത്രം, അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കൽ സ്വന്തം വീടായിരുന്ന പാകിസ്ഥാനിലെ സർഗോദയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ പഴയ പ്രണയത്തെ കാണുക എന്നുള്ളതാണ്. ആ പ്രണയത്തെ കാണാനുള്ള ആഗ്രഹത്തെ കൊച്ചുമകനായ നിർവൈർ, ദിൽജിത്ത് ചെയ്ത കഥാപാത്രം സാധ്യമാക്കുമോ എന്നുള്ളതാണ് സിനിമയുടെ പ്രമേയം. പിന്നീട് സിനിമ ഫ്ലാഷ് ബാക്കുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. വിഭജനത്തിന് മുമ്പുള്ള പഞ്ചാബിലെ അവരുടെ യങ്ങസ്റ്റ് കാലഘട്ടത്തിലുള്ള പ്രണയം, ഒന്നിക്കാനുള്ള ആഗ്രഹങ്ങൾ, ഇതെല്ലാം ചരിത്ര ദുരന്തത്തിൻ്റെ നടുവിൽ യഥാർത്ഥത്തിൽ തകർന്നു പോവുകയാണ്. പ്രണയം നഷ്ടപ്പെട്ടതിന് കാരണം വിഭജനം മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം കീനുവിന് വീണ്ടും അഫ്സാനെ കാണാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം കോപവും ഈ വിഭജന കാലഘട്ടത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ മുറിവുകളും കാരണം അവൻ ആ നിമിഷം ഉപേക്ഷിച്ച് നടക്കുകയാണ്. അഫ്സാന ഓടിയെത്തുമ്പോൾ അവൻ പോയി കഴിഞ്ഞിരുന്നു. ഈ നിമിഷമാണ് ഈ സിനിമയുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഇമോഷണൽ മിസ്സിങ് എന്ന് പറയുന്നത്. പിന്നീട് അവൻ ജീവിക്കുന്നത് ഈ പ്രണയത്തെ അന്വേഷിച്ചല്ല, ആ തെറ്റിൻ്റെ ഓർമ്മയോടെയാണ്. ഇംതിയാസ് അലി പ്രണയത്തിനുള്ളിൽ സ്വയം അന്വേഷിക്കുന്ന മനുഷ്യരുടെ കഥകളാണ് കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിൽ കഥാപാത്രങ്ങൾക്ക് ഒരു മുറിവുണ്ടാവും. ആ മുറിവിൽ നിന്ന് രക്ഷപ്പെടാനല്ല കഥാപാത്രങ്ങൾ യാത്ര ചെയ്യുന്നത്, അതിനെ മനസ്സിലാക്കാനാണ്. അതിനാൽ പിന്നീട് ഇത് ജീവിതത്തിൻ്റെ തത്വചിന്തയായി മാറുന്നു എന്നുള്ളതാണ് സത്യം. AR റഹ്മാൻ ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടില്ല, ശരിക്കും ഓർമ്മകൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു. പ്രണയം അവസാനിച്ച ശേഷവും ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന നിശബ്ദതയെ സംഗീതമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ നസുദ്ദീൻ ഷാ ശരിക്കും തെറ്റായ തീരുമാനത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഒരു മനുഷ്യനെ അത്രയും സൂക്ഷ്മമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ദിൽജിത്തിനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ നിയന്ത്രിതവും എന്നാൽ പക്വമായ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പം വേദാംഗും ശർവരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റിൻ്റെയും കാത്തിരിപ്പിൻ്റെയും അതൊക്കെ വേദനകളായിട്ട് മാറുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സർഗോദ എന്ന സ്ഥലം ശരിക്കും മാപ്പിൽ പാകിസ്ഥാനിലാണ്, പക്ഷേ കീനുവിൻ്റെ ഓർമ്മയിൽ അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുപോലെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റെയർ കേസ് സീനിൽ ഏതാനും സെക്കൻഡുകളുടെ ദൂരം ഉണ്ടായതുപോലെ സർഗോദയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിന് അതിർത്തികളുടെ ദൂരമാണുള്ളത്. മേ വാപ്പസ് ആവുങ്ക ഈ ദൂരത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യ മനസ്സുകളുടെ ഒരു ഉൾവിളിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം എറണാകുളത്തും ട്രിവാൻഡ്രത്തും മാത്രമേ ഇതിന് ഷോസ് ഉള്ളൂ. തീർച്ചയായും കാണാൻ പറ്റുന്ന ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണുക.